ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും സ്വപ്നത്തിലാണ്, പക്ഷേ ഞാൻ എവൈക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് വരാറുണ്ട്. ഞാൻ ഉണർന്നിട്ടാണുള്ളത്, പക്ഷേ സ്വപ്നത്തിൽ നിന്ന് പൂർണ്ണമായും ഞാൻ പുറത്ത് വന്നിട്ടില്ല എന്നൊരു ഫീലിംഗ് വരാറുണ്ട്. ഈ ഫീലിങ്ങിനെയാണ് നമ്മൾ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ അവസ്ഥയെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വപ്നത്തിൽ അതിനെ നിയന്ത്രിക്കാൻ വരെ സാധിക്കും. ലൂസിഡ് ഡ്രീം എന്നത് ഒരാൾ സ്വപ്നം കാണുന്നതിനിടയിൽ തന്നെ ഇതൊരു സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് കിട്ടിയാൽ പലപ്പോഴും ആ വ്യക്തിക്ക് സ്വപ്നത്തിലെ സംഭവങ്ങൾക്ക് കുറച്ച് നിയന്ത്രണം ലഭിക്കും. സാധാരണയായി REM റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഉറക്ക സമയത്താണ് സ്വപ്നങ്ങൾ സംഭവിക്കുന്നത്. ചില ആളുകൾക്ക് ആ ഘട്ടത്തിൽ തന്നെ ബോധം ചെറുതായി സജീവമാകുന്നു. അതിനാൽ അവർ സ്വപ്നം കാണുന്നു എന്ന് തിരിച്ചറിയുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നു. ചില പരിശീലന രീതികൾ വഴി ഇത് നമുക്ക് പരിശീലിക്കാനും കഴിയും. പിന്നെ എന്തൊക്കെയാണ് ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഉപകാരങ്ങൾ? നമുക്ക് ഭയാനകമായ സ്വപ്നങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മളിൽ പല ആൾക്കാരും ഭയാനകമായ സ്വപ്നങ്ങൾ കണ്ട് നെട്ടി എഴുന്നേൽക്കുന്നവരാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ലൂസിഡ് ഡ്രീം കൊണ്ട് സാധിക്കും. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. അതേപോലെ നമ്മുടെ ആത്മപരിശോധനയ്ക്കായി സെൽഫ് ചെക്കിങ്ങിന് വേണ്ടിയിട്ടും ലൂസിഡ് ഡ്രീമിങ് നമ്മളെ സഹായിക്കും. ചിലർ ഇത് മനഃശാസ്ത്ര ചികിത്സക്കായും ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ലൂസിഡ് ഡ്രീമിങ് പരിശീലിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വഴികളുണ്ടോ എന്നതാണ്. അതിന് കുറച്ച് വഴികളുണ്ട്. അതിലൊന്നാമത്തത് ഡ്രീം ജേണലാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണോ സ്വപ്നങ്ങളിൽ കാണുന്നത്, അതിൽ കണ്ട വ്യക്തികൾ, അതിൽ കണ്ട സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്വപ്നം കാണുന്നതിനെ, ലൂസിഡ് ഡ്രീമിനെ കുറച്ചുകൂടി ഉത്തേജിപ്പിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കൂടുതൽ ലൂസിഡ് ഡ്രീം കാണാനുള്ള സാധ്യതകൾ ഏറെയാണ്. രണ്ടാമത്തത് റിയാലിറ്റി ചെക്കുകൾ. അതായത് നമ്മൾ സ്വയം ഇത് റിയലാണോ അതോ സ്വപ്നമാണോ എന്ന് എല്ലാ കാര്യങ്ങളിലും ചെക്ക് ചെയ്ത് നോക്കുക. കണ്ണിൽ വിരൽ വെക്കുമ്പോൾ അത് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ കുതിരയേറി ചാടുന്നത് പോലുള്ള അസാധാരണമായ കാര്യങ്ങൾ പരിശ്രമിക്കുക. സ്വപ്നത്തിലാണ് എങ്കിൽ നിങ്ങൾക്കിത് സാധിക്കും. മൂന്നാമത്തെ കാര്യം മൈൽഡ് അഥവാ ന്യൂമോണിക് ഇൻഡക്ഷൻ ഓഫ് ലൂസിഡ് ഡ്രീംസ്. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ നമ്മൾ ആവർത്തിക്കാം, അടുത്ത തവണ ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ തിരിച്ചറിയും ഇത് സ്വപ്നമാണെന്ന്. ഈ ഒരു ദൃഢനിശ്ചയത്തോടെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഇതും ലൂസിഡ് ഡ്രീമിങ്ങിനെ ഉത്തേജിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ നാലാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ WBTB വെയ്ക്ക് ബാക്ക് ടു ബെഡ്. 5-6 മണിക്കൂർ ഉറങ്ങിയ ശേഷം ഉണരുക. കുറച്ച് സമയം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് 10-15 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഇത് ലൂസിഡ് ഡ്രീമിങ്ങിനുള്ള സാധ്യത കൂടും. അതേപോലെ 5th ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ വൈൽഡ് അഥവാ വെയ്ക്ക് ഇനീഷ്യേറ്റഡ് ലൂസിഡ് ഡ്രീം. ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ബോധം നിലനിർത്താൻ ശ്രമിക്കുക. ശരീരം ഉറങ്ങുമ്പോഴും മനസ്സ് ജാഗരിതമായി സൂക്ഷിക്കുക. നേരിട്ട് ലൂസിഡ് ഡ്രീമിലേക്ക് ഇത് നിങ്ങളെ കടക്കാൻ സഹായിക്കും. സോ ഈ ടെക്നിക്സൊക്കെ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് സ്വപ്നങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സി യു.